നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. US മുന്നോട്ട് വെച്ച നിബന്ധനകൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ ധാരണയായെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപ് ഇറാനും അടങ്ങുന്നു എന്ന് അഭിപ്രായപ്പെട്ടത്. വാഷിംഗ്ടണിൽ നടന്ന ഇസ്രയേൽ ലെബനൻ പ്രതിനിധികളുടെ ചർച്ചയിലാണ് വെടിനിർത്തൽ ധാരണ. ഇരു കൂട്ടർക്കും സമാധാനം വേണം, അതുണ്ടാകുമെന്ന് ഞാനും കരുതുന്നു ഉടൻ തന്നെ എന്ന് ട്രംപ് പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. നൊവാഡയിലെ ലാസ് വെഗാസിൽ നടന്ന ചടങ്ങിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ പരാമർശം നടത്തിയത്. വെടിനിർത്തൽ കരാർ നീട്ടേണ്ട ആവശ്യം വന്നേക്കില്ലെന്ന് നേരത്തെ വിവിധ മാധ്യമ അഭിമുഖങ്ങളിൽ ട്രംപ് പറഞ്ഞിരുന്നു. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തലിന് പിന്നാലെ ഇറാനുമായുള്ള യുദ്ധവും ഉടൻ അവസാനിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത് ഓഹരി വിപണികൾക്ക് ആവേശമായിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില താഴേക്കും നീങ്ങി തുടങ്ങി. ക്രൂഡ് ഓയിൽ വില താഴ്ന്ന സാഹചര്യത്തിൽ രാജ്യാന്തര സ്വർണ്ണവില ഉയരേണ്ടതാണെങ്കിലും ഇന്ന് രാവിലെയുള്ളത് നഷ്ടത്തിലാണ്. ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചു. അക്കാര്യം അവർ ഉറപ്പിച്ചു പറഞ്ഞു. ആണവ മാലിന്യം, അതായത് നിർമ്മാണ വസ്തുക്കൾ US-ന് കൈമാറാമെന്നും ഇറാൻ സമ്മതിച്ചു. ഏറെ പോസിറ്റീവായ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി ഡീൽ ഉടൻ ഉറപ്പിക്കുമെന്നും US മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക നിർദ്ദേശങ്ങൾക്കും ഇറാൻ വഴങ്ങിയെന്നും പറഞ്ഞ ട്രംപ് ഡീൽ ഇനിയും ലംഘിച്ചാൽ ഇറാനുമേൽ യുദ്ധം തുടരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US-ഉം ഇറാനും ഇസ്രയേലും ലെബനനും സമാധാന പാതയിലേക്ക് കടക്കുന്നുവെന്ന പ്രതീക്ഷകളാണ് ഓഹരി വിപണികൾക്ക് ഉണർവായത്. ഇറാനുമായി പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ച വിജയിച്ചാൽ ഡീൽ ഒപ്പുവെക്കുന്നതിനായി താനും ഇസ്ലാമാബാദിലേക്ക് പോയേക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഇറാനുമായി സമാധാന ഡീലിലേക്ക് ഉടൻ കടക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടും മറുവശത്ത് ഇറാനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് US. ഹോർമുസിൽ മാത്രമല്ല, ലോകത്തെവിടെയായാലും ഇറാനുമായി ബന്ധപ്പെട്ട കപ്പലുകൾ പിടിച്ചെടുക്കുമെന്ന് US-ന്റെ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ വ്യക്തമാക്കി. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നോ അങ്ങോട്ട് പോകുന്നതോ ആയ എല്ലാ കപ്പലുകളെയും തടയുമെന്ന് US പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ സമ്പദ്വ്യവസ്ഥയുടെ 90% സമുദ്ര വ്യാപാരത്തെ ആശ്രയിച്ചാണെന്നിരിക്കെ ഈ നീക്കം ഇറാന് വലിയ തിരിച്ചടിയാകുമെന്ന് US സെൻട്രൽ കമാൻഡ് വിലയിരുത്തിയിരുന്നു. ഇറാൻ തുറമുഖങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്ക ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധത്തിന്റെ ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഒരു ചരക്ക് കപ്പലിനെ US നാവികസേന തടഞ്ഞ് മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. US നാവികസേനയുടെ USS മൈക്കൽ മർഫി എന്ന യുദ്ധക്കപ്പൽ മോട്ടോർ വെസൽ മോളി എന്ന ചരക്കു കപ്പലിനെ തടയുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ളത്. ഇറാന്റെ തുറമുഖങ്ങളെയും തീരപ്രദേശങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഉപരോധത്തിൽ 10,000-ലധികം സൈനികരും 12-ലധികം യുദ്ധക്കപ്പലുകളും 100-ലധികം വിമാനങ്ങളും പങ്കുചേരുന്നുണ്ടെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പലുകൾ നിലവിൽ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കപ്പലിലെ ജീവനക്കാരെ ബന്ധപ്പെട്ട നാവികർ ഉപരോധത്തിന്റെ കാര്യം അറിയിക്കുകയും മറ്റൊരു തുറമുഖത്തേക്ക് പോകാനായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അടുത്തുള്ള ഒരു തുറമുഖത്തേക്ക് കപ്പലിനെ അനുഗമിക്കുമെന്ന് അറിയിക്കുകയും തങ്ങളുമായി സഹകരിച്ചതിന് നന്ദി പറയുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ല എന്നും മറിച്ച് ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം മാത്രമാണ് തടയുന്നതെന്നും US സേന വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഉപരോധം കർശനമായി തുടരുകയാണ്. ആവശ്യമെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഉപരോധം തുടരാൻ തങ്ങൾ സജ്ജമാണെന്ന് US സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. കപ്പലിൽ എന്തുതന്നെയായാലും കണ്ടുകെട്ടണം എന്നാണ് മുന്നറിയിപ്പ്. സൈനിക ആവശ്യത്തിനുള്ളതോ സിവിലിയൻ ആവശ്യത്തിനുള്ളതോ ആയിക്കോട്ടെ, കപ്പലിൽ എന്തു തന്നെ ആയാലും അത് കള്ളക്കടത്തായി കണക്കാക്കി കണ്ടുകെട്ടും എന്ന് ജനറൽ കെയ്ൻ പറഞ്ഞു. കപ്പലിൽ എണ്ണ, ലോഹം, ഇലക്ട്രോണിക്സ് തുടങ്ങി എന്തായാലും കണ്ടുകെട്ടുമെന്നു തന്നെയാണ് മുന്നറിയിപ്പ്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാനായി ഹോർമൂസ് ബ്ലോക്ക് ചെയ്യുന്ന US-ന്റെ നടപടി 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സാധാരണ ഒരു ദിവസം 100-ലേറെ കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമുസിൽ ഇപ്പോഴത് വെറും 2 ചുരുങ്ങി. കഴിഞ്ഞ ദിവസം കടന്നുപോയത് 2 കപ്പലുകളാണ്. അതിലൊന്ന് ഇന്ത്യയിലേക്കുള്ളതായിരുന്നു, മറ്റൊന്ന് ഇറാനിലേക്കും. ഇറാന്റെ പതാകയുള്ളതോ ഇറാനെ സഹായിക്കുന്നതോ ആയ കപ്പലുകളെ തടയുമെന്നാണ് US സൈന്യം അറിയിച്ചിട്ടുള്ളത്. ഹോർമുസിൽ കപ്പലുകളെ തടയാൻ രംഗത്തുള്ളത് 10,000 US സൈനികരാണ്. അമേരിക്കയുടെ ആകെ നാവിക കരുത്തിന്റെ 10% പോലും ഹോർമുസിൽ അണിനിരന്നിട്ടില്ല എന്ന് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഇറാനെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഹോർമൂസ് ബ്ലോക്ക് ചെയ്യുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ നിശ്ചലമാക്കാനുള്ള ഇറാന്റെ നീക്കങ്ങൾക്കെതിരെയുള്ള കർശന നടപടിയായാണ് അമേരിക്കൻ ഭരണകൂടം ഈ വഴി സ്വീകരിച്ചിട്ടുള്ളത്.
ഇറാൻ ഭരണകൂടത്തിനും അവിടുത്തെ ഉന്നത പ്രഭുക്കന്മാർക്കും അനധികൃതമായി വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന കൂറ്റൻ എണ്ണക്കടത്ത് ശൃംഖലയെ ലക്ഷ്യം വെച്ചാണ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ വരുമാന സ്രോതസ്സുകളെ പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. US നേരത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ ഷംഖാനിയുടെ ശതകോടികൾ വിലമതിക്കുന്ന എണ്ണക്കടത്ത് സാമ്രാജ്യമാണ് പ്രധാനമായും ഈ നടപടിയിലൂടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. ഷംഖാനി കുടുംബത്തെ പോലെയുള്ള ഭരണവർഗത്തിലെ ഉന്നതർക്ക് സമ്പത്ത് കുന്നുകൂട്ടാൻ സഹായിക്കുന്നതായിരുന്നു ഈ വിപുലമായ ശൃംഖല. ഇറാന്റെ സമ്പത്ത് രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കുന്നതിന് പകരം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരിലേക്കും ഭരണകൂടത്തിന്റെ വിശ്വസ്തരിലേക്കും ഒഴുകുന്ന കാഴ്ചയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. എണ്ണക്കടത്തിനു പുറമെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുന്നതിനായി ഇറാൻ നടത്തുന്ന എണ്ണയ്ക്ക് പകരം സ്വർണം എന്ന രഹസ്യ ഇടപാടിനും അമേരിക്ക തടയിട്ടു. ഹിസ്ബുള്ളയ്ക്കും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും സഹായം എത്തിക്കുന്നതിനാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘം പ്രവർത്തിച്ചിരുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം ഭീകര ഗ്രൂപ്പുകൾക്ക് പണം ലഭിക്കുന്ന എല്ലാ വഴികളും അടയ്ക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനിലെ സമ്പദ് വ്യവസ്ഥ തകരുകയും സാധാരണക്കാർ ദുരിതത്തിലാവുകയും ചെയ്യുമ്പോൾ ഭരണകൂടം രാജ്യത്തെ പണം ഭീകരവാദത്തിനായി വിനിയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ഇറാന്റെ നിഴൽ ഗ്രൂപ്പുകൾക്കും കപ്പൽ ശൃംഖലകൾക്കും മേൽ മാക്സിമം പ്രഷർ നയം തുടരാൻ തന്നെയാണ് US തീരുമാനം. ഉപരോധങ്ങൾ മറികടക്കാൻ ഇറാൻ നടത്തുന്ന സങ്കീർണമായ തന്ത്രങ്ങളെ ഇനിയും വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതേസമയം അമേരിക്കയുടെ കടുത്ത സൈനിക സാമ്പത്തിക ഉപരോധങ്ങളെ വെല്ലുവിളിച്ച് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇറാനിയൻ ക്രൂഡ് ഓയിൽ ടാങ്കർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ എന്ന വാർത്തയും പുറത്തുവരുന്നു. മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറലാണ് ഈ വിവരം ഔദ്യോഗികമായി എക്സിലൂടെ പുറത്തുവിട്ടത്. രാജ്യാന്തര ഉപരോധങ്ങളെല്ലാം നിലനിൽക്കെ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓണാക്കിയാണ് കപ്പൽ ഇറാൻ തീരത്തെത്തിയത്. ഏകദേശം 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിക്കാൻ ശേഷിയുള്ള VLCC വിഭാഗത്തിൽപ്പെട്ട സൂപ്പർ ടാങ്കറാണ് അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ഇറാനിലെത്തിയത്. യാത്രയിലുടനീളം കപ്പലിലെ ട്രാക്കിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു എന്നതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുള്ളത്. സാധാരണയായി ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ അവയുടെ സ്ഥാനം മറച്ചുവെക്കാൻ ട്രാക്കറുകൾ ഓഫ് ചെയ്യാറാണ് പതിവുള്ളത്. എന്നാൽ ഇവിടെ ഇറാൻ പരസ്യമായ വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത്. ട്രാക്കറുകളെല്ലാം ഓൺ ചെയ്തു തന്നെ യാത്ര ചെയ്തു. ഉപരോധം വകവയ്ക്കാതിരുന്നാൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരുമെന്നും US മുന്നറിയിപ്പ് നൽകി. ഉപരോധം ലംഘിക്കാൻ ശ്രമിക്കരുത്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകാനോ അവിടെ നിന്ന് വരാനോ ശ്രമിക്കുന്ന കപ്പലുകളെ തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യും. ഉപരോധത്തോട് സഹകരിച്ചില്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരും. US നാവികസേനയുടെ മുഴുവൻ അംഗങ്ങളും തയ്യാറായി നിൽപ്പുണ്ട്. US സെൻട്രൽ കമാൻഡ് എക്സിൽ പറഞ്ഞതാണ് ഇത്. കപ്പലുകൾ തടയാൻ US എബ്രഹാം ലിങ്കണിലെ 5000-ഓളം നാവികരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഇസ്രയേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും സംഭാഷണം നടത്തിയതായാണ് ട്രംപ് പറയുന്നത്. 10 ദിവസത്തെ വെടിനിർത്തലിന് 2 നേതാക്കളും സമ്മതിച്ചിട്ടുണ്ട്. ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനായി ഇസ്രയേലുമായും ലെബനനുമായും ചേർന്ന് പ്രവർത്തിക്കാൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയതായും ട്രംപ് പറഞ്ഞു. എന്നാൽ വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്ന 1 മണിക്കൂർ തികയും മുമ്പ് തന്നെ തെക്കൻ ലെബനനിലെ ഖിയാം, ഡിബൈൻ പട്ടണങ്ങളിൽ ഇസ്രയേൽ ഷെല്ലാക്രമണം തുടരുകയാണെന്ന് ലെബനൻ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മലയാളി വാർത്ത ഇൻസൈറ്റ്.